നമസ്കാരം പ്രിയ കൂട്ടുകാരെ, വളരെ സിമ്പിളായി രുചികരമായിട്ടുള്ള ഒരു ഉപ്പുമാവ് എങ്ങനെ തയ്യാറാക്കാം എന്നുള്ളതിൻ്റെ ഒരു റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഈസി ആയിട്ടുള്ള ഈ ഉപ്പുമാവ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയിട്ട് വന്നാലോ നമുക്ക്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 1/2 ഗ്ലാസ് റവയാണ് എടുത്തിരിക്കുന്നത്. ഈ കപ്പിന് 1/2 കപ്പ് റവ അതവിടെ മാറ്റി വെച്ചു. അതേ കപ്പിൽ 1 ഗ്ലാസ് വെള്ളം എടുത്തിട്ട് ഞാനൊരു പാത്രത്തിലേക്ക് ഒഴിക്കുന്നു. ആവശ്യത്തിനുള്ള ഉപ്പിട്ടിട്ട് ഇത് അവിടെ തിളപ്പിക്കാൻ വയ്ക്കാം. അതവിടെ തിളച്ച് വരട്ടെ. നമുക്കൊരു പാൻ വെച്ചിട്ട് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ ചൂടായാൽ 1 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിക്കാം. കടുക് പൊട്ടി വരുന്നതോടുകൂടി ഒരു 1/2 ടീസ്പൂൺ ഉഴുന്ന് പരിപ്പിട്ട് കൊടുക്കാം. ഉഴുന്ന് പരിപ്പം പൊട്ടി വരുന്നതോടുകൂടി കുറച്ച് കറിവേപ്പില ചേർക്കാം. കറിവേപ്പില ചേർത്തൊന്ന് ഇളക്കിയതിന് ശേഷം ഇഞ്ചി ചെറുതായിട്ട് നുറുക്കി വെച്ചതും 2 പച്ചമുളക് അരിഞ്ഞു വെച്ചതും കൂടി അതിലേക്ക് ഇട്ട് കൊടുത്തു. അതുകൂടാതെ ഒരു സവാള വളരെ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്, അതും ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തു. ഇനി ഇത് ഗോൾഡൻ ബ്രൗൺ ആവുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. അതിന് ശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന റവ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. 1/2 ഗ്ലാസ് റവയാണ് ഞാൻ അവിടെ വെച്ചിട്ടുള്ളത്, അത് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നു. ഇത് കടയിൽ നിന്ന് വാങ്ങുമ്പോൾ തന്നെ വറുത്ത റവയായിട്ടാണ് കിട്ടുന്നത്. എങ്കിൽ പോലും 2 മിനിറ്റ് നേരം നമ്മൾ ഈ എണ്ണയിൽ കിടന്നൊന്ന് വഴറ്റി എടുത്താൽ നല്ല ടേസ്റ്റി ആയിരിക്കും. അപ്പോൾ ഇതൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. വഴറ്റി എടുത്തു കഴിഞ്ഞാൽ നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ചൂടാക്കി വെച്ചിരിക്കുന്ന തിളപ്പിച്ച വെള്ളം ഉപ്പ് ചേർത്തത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. 1 ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. ഞാനിതിലെ കൂടുതൽ വെള്ളം വെച്ചിരുന്നു, കാരണം ഉപ്പ് സ്വല്പം കൂടിയപ്പോൾ ഒരു 1/2 ഗ്ലാസ് വെള്ളം കൂടി ഞാൻ അതിലേക്ക് ഒഴിച്ചിരുന്നു. അതുകൊണ്ട് ഞാൻ 1 ഗ്ലാസ് വെള്ളം ഇതിലേക്ക് ഒഴിച്ചു. ഇനി നല്ല രീതിയിൽ ഇതൊന്ന് ഇളക്കി യോജിപ്പിക്കുക. ഇളക്കി യോജിപ്പിക്കുമ്പോൾ ഒട്ടും മടി കൂടാതെ ഇളക്കിക്കൊണ്ടേയിരിക്കണം, ഇല്ലെങ്കിൽ കട്ട കെട്ടും. കണ്ട, ഇനി ഇത് നമുക്കിതൊന്ന് മയപ്പെടുത്തി വെച്ചിട്ട് 1 മിനിറ്റ് നേരം ഒന്ന് അടച്ച് വെച്ചിട്ട് ചെറിയ തീയിൽ വേവിച്ചെടുക്കാം. 1/2 മിനിറ്റ് നേരം മതിയാവും. അപ്പോൾ നമുക്ക് 1/2 മിനിറ്റ് നേരം ഒന്ന് അടച്ച് വയ്ക്കാം. ഇത് അടച്ച് വയ്ക്കുമ്പോൾ ആ ആവി ചുവട്ടിലേക്ക് ഇറങ്ങും. അങ്ങനെ ഇത് നല്ലൊരു സോഫ്റ്റായിട്ട് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് നമ്മളിത് അടച്ചു വയ്ക്കുന്നത്. ഇപ്പോൾ അടച്ചു വെച്ച് കഴിഞ്ഞു. തുറന്നപ്പോൾ നല്ല റെഡിയായിട്ട് നമ്മുടെ ഉപ്മാവ് ഇവിടെ വന്നിട്ടുണ്ട്. ഇളക്കി യോജിപ്പിക്കുക, ഒരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യുക. ഇനി ഒരു ഡവറയിലേക്ക് ഞാൻ ഈ ഉപ്മാവ് എടുത്തിടുന്നുണ്ട്. അതിനുശേഷം ഒന്ന് മയപ്പെടുത്തിയതിന് ശേഷം നമുക്കൊരു പാത്രത്തിലേക്ക് കൊട്ടിക്കൊടുക്കാം. അപ്പോൾ നമ്മുടെ സുന്ദരമായിട്ടുള്ള ഈസി ആയിട്ടുള്ള ഉപ്പുമാവ് ഇവിടെ റെഡിയായി. അപ്പോൾ വീണ്ടും അടുത്ത ഒരു വീഡിയോ ആയി വരുന്നവരേക്കും നന്ദി, നമസ്കാരം. ഞാൻ ജിനോ ജനാർദ്ദനൻ, മൂക്കുത്തല. ബായ്. We touch, we break, make it seem like we feel the same. We